ഇപ്പോൾ പ്രൊഫസർ എം എൻ കാരശ്ശേരി ടെലിഫോണിലാണ്. പ്രൊഫസർ എം എൻ കാരശ്ശേരി, നമ്മൾ എം കെ സാനു മാഷിനെ എങ്ങനെ വിശേഷിപ്പിക്കണമെന്നറിയില്ല. കാരണം എത്ര പറഞ്ഞാലും നമുക്കതിൽ വാക്കുകൾ മതിയാകില്ല. അദ്ദേഹം അധ്യാപകനും സാഹിത്യ നിരൂപകനും വിമർശകനും വാഗ്മിയും ഒന്നും ആയിരുന്നോ എന്ന് ചോദിച്ചാൽ അതിനൊക്കെ അപ്പുറത്തേക്ക് ചിലത് കൂടിയായിരുന്നു. പണ്ടൊരു കാലത്ത് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അദ്ദേഹം എഴുതി കൊടുത്തതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടിയാകണം തൻ്റെ ജീവിതമെന്ന് ആ ചെറുപ്രായത്തിൽ എഴുതി കൊടുത്തത് എന്തോ അത് അവസാന നിമിഷം വരെ പ്രാവർത്തികമാക്കി കാട്ടിയ ഒരു മഹത് വ്യക്തിത്വം ഇല്ലാതായിരിക്കുന്നു. താങ്കൾ എങ്ങനെയാണ് ഓർമ്മകൾ പങ്കുവെക്കുന്നത്? ഞങ്ങള് മലയാളം അധ്യാപകർക്ക് അഭിമാനം വളർത്തിയ അപൂർവം മലയാള അധ്യാപകൻ ഒരാളാണ് സാനു മാഷ്. മുണ്ടശ്ശേരി മാഷ്, അഴീക്കോട് മാഷ്, ONV സാറ് തുടങ്ങിയുള്ള ലീലാവ് ചിത്ര, ഭാഗ്യവശാൽ അവരിപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്. ആ ഒരു നിരയിൽ വരുന്ന, അതായത് പാണ്ഡിത്യം കൊണ്ടും അധ്യാപനം കൊണ്ടും എഴുത്തുകൊണ്ടും സാമൂഹ്യ പ്രതിബദ്ധത കൊണ്ടും സമൂഹത്തിന് വലിയ കടപ്പാടുണ്ടാക്കിയ അധ്യാപകരാണ് ഇവരൊക്കെ. അപ്പൊ അവരുടെ ജീവിതം എന്ന് പറയുന്നത് അവർക്ക് സ്വകാര്യ ജീവിതവും പൊതുജീവിതവും വേറെ വേറെ ഇല്ലാത്ത മാതിരി. സാനുമാഷാണെങ്കിൽ ഈ 97ാം വയസ്സിലും അദ്ദേഹം കർമ്മനിരതനായിരുന്നു. അദ്ദേഹം നിരന്തരം പ്രസംഗിക്കുക, എഴുതുക, വായിക്കുക, അങ്ങനെ ഒരിക്കലും അദ്ദേഹത്തിന് ഓർമ്മശക്തി നഷ്ടപ്പെടുകയൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഇവിടുത്തെ പുതിയ ചലനങ്ങളുടെ ഒക്കെ കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ് സാനുമാഷ്. അതിന്റെ ഉദാഹരണമാണ് ഇപ്പോ സഹോദരൻ അയ്യപ്പൻ. അദ്ദേഹമായിട്ട് വളരെ അടുപ്പുണ്ടായിരുന്ന ആളാണ്. അദ്ദേഹത്തിന് ജീവചരിത്രം എഴുതിയിട്ടുണ്ട്. ജീവചരിത്രത്തില് നമ്മുടെ ഭാഷയിൽ ഏറ്റവും ആദ്യം പറയേണ്ട പേര് സാനുമാഷ്ടയാണ്. അതിപ്പോ നാരായണ ഗുരു ആയാലും കുമാരനാശാനാണെങ്കിലും ബഷീർ ആണെങ്കിലും M ഗോവിന്ദനാണെങ്കിലും കുട്ടീഷ്ണമാരാണെങ്കിലും ഒക്കെ അദ്ദേഹത്തിന്റെയാണ് ജീവചരിത്രം എന്ന് പറയുന്നത്. ഇപ്പം ചങ്ങമ്പുഴ ജീവചരിത്രം വളരെ പ്രസിദ്ധമാണ്, നക്ഷത്രങ്ങളുടെ സ്നേഹവാചനം. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട രചനാ മണ്ഡലം എന്ന് പറയുന്നത് ജീവചരിത്രമാണ്. അത് വെറുതെ ജീവചരിത്രം എഴുതല്ല. ഇപ്പം സഹോദരൻ മാസിക പുനഃപ്രകാശനം ചെയ്തപ്പോൾ അദ്ദേഹമാണ് അതിന്റെ ചീഫ് എഡിറ്ററായി തീർന്നത്. കാരണം അതിന്റെ കൂടെ ഉള്ള ഒരാളാണ് ഇപ്പം നാരായണ ഗുരു, കുമാരനാശാൻ, സഹോദരൻ അയ്യപ്പൻ തുടങ്ങിയുള്ള ആളുകൾ ഏതേത് മൂല്യങ്ങൾക്ക് വേണ്ടിയാണോ നിന്നത് അത്തരം മൂല്യങ്ങൾക്ക് വേണ്ടി എഴുതുകയും പ്രസംഗിക്കുകയും ക്ലാസ്സിൽ സംസാരിക്കുകയും ചെയ്തു ഒരു ആയുഷ്കാലം മുഴുവൻ. അതൊരു ചെറിയ സംഗതി അല്ല. അദ്ദേഹം ജനങ്ങൾ അതേ കൊണ്ടാടുകയും ചെയ്തു. കാരണം അദ്ദേഹം എറണാകുളത്ത് മത്സരിച്ചപ്പോൾ ഒരു തവണയും മത്സരിച്ചിട്ടുള്ളൂ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അത്തവണ അദ്ദേഹം ജയിക്കുകയും ചെയ്തു. MLA ആയിരുന്നു അദ്ദേഹം. അപ്പോ അങ്ങനെ വെറും ഒരു അധ്യാപകനല്ല, അദ്ദേഹം പ്രഭാഷകനാണ്, പ്രബന്ധകാരനാണ്, പത്രാധിപരാണ്, പൊതുപ്രവർത്തകനാണ്. അങ്ങനെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും നിറഞ്ഞു നിന്ന ഒരാളാണ്. തീർച്ചയായിട്ടും ഞാൻ ആവർത്തിക്കുകയാണ്, മലയാളം അധ്യാപകർക്ക് മേനി വളർത്തിയ അപൂർവം മലയാള അധ്യാപകരിൽ ഒരാളാണ് ഞാൻ. അദ്ദേഹത്തിന്റെ സ്മരണയെ ഈ സമയത്ത് അഭിവാദ്യം ചെയ്യുന്നു.